Recording in progress. ശരി. അപ്പം നമുക്ക് എപ്പോഴത്തെയും പോലെ ഒരു പ്രാർത്ഥനയോടുകൂടി തുടങ്ങാം. താങ്ക് യു. ജന്മം നൽകി അനുഗ്രഹിച്ച മാതാപിതാക്കളെയും അറിവിൻ്റെ പാതയിലേക്ക് വിരൽ ചൂണ്ടിത്തന്ന ഗുരുനാഥന്മാരെയും അറിവ് നൽകി അനുഗ്രഹിക്കുന്ന ഈ മഹാപ്രപഞ്ചത്തെയും അതോടൊപ്പം ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന ഗുരുതുല്യരായ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളോടുകൂടി അനുഗ്രഹങ്ങളോടുകൂടി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. നമ്മൾ സാധാരണഗതിയിലൊരു ധ്യാനത്തോടു കൂടിയാണ് പ്രവേശിക്കുന്നതെന്നറിയാം. അപ്പോൾ എല്ലാവരും വളരെ കംഫർട്ടബിളായിട്ടിരിക്കുക, നട്ടെല്ലാം നിവർത്തി കംഫർട്ടബിളായിട്ടിരിക്കുക, കൈകൾ മടിത്തട്ടിൽ വയ്ക്കുക, കണ്ണുകൾ സാവധാനം അടയ്ക്കുക. ദീർഘമായിട്ട് ശ്വാസം ഉള്ളിലേക്കെടുത്ത് നെഞ്ചിൽ ഹോൾഡ് ചെയ്യൂ. പുറത്തേക്ക് വിടൂ. ഇനിയും ദീർഘമായിട്ട് ശ്വാസം ഉള്ളിലേക്കെടുത്ത് നെഞ്ചിൽ ഹോൾഡ് ചെയ്യൂ. പുറത്തേക്ക് വിടൂ. ഇനിയും ദീർഘമായിട്ട് ശ്വാസം ഉള്ളിലേക്കെടുത്ത് നെഞ്ചിൽ ഹോൾഡ് ചെയ്യൂ. പുറത്തേക്ക് വിടൂ. ശരീരം സുഖകരമായ അവസ്ഥയിലേക്ക് നീങ്ങുന്നത് അനുഭവിച്ച് അറിയുക. മനസ്സ് അത്രമാത്രം ശാന്തമായി തീരുന്നത് അനുഭവിച്ച് അറിയുക. അതിശക്തവും മനോഹരവുമായ പ്രാപഞ്ചിക ഊർജം മൂർധാവിലൂടെ ശരീരത്തിലാകെ വ്യാപിക്കുന്നത് വളരെ സുഖകരമായി ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അനുഭവിച്ച് അറിയുക. ആജ്ഞാചക്രയിൽ അതിമനോഹരമായൊരു പ്രകാശം വ്യാപിക്കുന്നത് വ്യക്തമായി കണ്ടുകൊണ്ട് ആ പ്രകാശത്തിലേക്ക് ശ്രദ്ധയെ കേന്ദ്രീകരിക്കുക. പൂർണ്ണമായും അതിലേക്ക് മാത്രമായി ശ്രദ്ധയെ കേന്ദ്രീകരിക്കുക. ശരീരവും മനസ്സും അത്രമാത്രം ചൈതന്യപൂർണമാകുന്നത് കൂടുതൽ കൂടുതൽ അനുഭവിച്ചറിയുക. ഇപ്പോൾ കൈവന്നിരിക്കുന്ന ശാന്തതയെ, സമാധാനത്തെ
ഊർജ്ജസ്വലതയെ, ചൈതന്യത്തെ ഇതേപടി നിലനിർത്തിക്കൊണ്ട് ഞാനിനി 1 മുതൽ 5 വരെ എണ്ണിക്കഴിയുമ്പോഴേക്കും പരിപൂർണമായ ബോധത്തിലേക്ക് മടങ്ങിയെത്തുക. 1. ശരീരം പൂർണ്ണമായും ആരോഗ്യകരവും ഊർജ്ജസ്വലവും ആയിക്കൊണ്ടേയിരിക്കുന്നു. 2. ചുറ്റുപാടുകളെക്കുറിച്ചുള്ള പരിപൂർണമായ ബോധം ഇപ്പോൾ കൈവന്നിരിക്കുന്നു. ചുറ്റുപാടുമുള്ള എല്ലാ ശബ്ദതരംഗങ്ങളും വളരെ വ്യക്തമായി കേൾക്കുവാനും മനസ്സിലാക്കുവാനും യാഥാർത്ഥ്യബോധത്തോടുകൂടി തിരിച്ചറിയുവാനും ഇപ്പോൾ മുതൽ നിങ്ങൾക്ക് സാധിക്കാം. 3. കൺപോളകളുടെ ഭാരം പരിപൂർണമായും കുറഞ്ഞു തികച്ചും നോർമലായി കഴിഞ്ഞിരിക്കുന്നു. 4. പരിപൂർണമായ ബോധത്തിലേക്ക് മടങ്ങിയെത്തുക. 5. സുഖകരമായി കണ്ണുകൾ തുറക്കാം. വളരെ സുഖകരമായി കണ്ണുകൾ തുറക്കാം. ഇപ്പോൾ കൈവന്നിരിക്കുന്ന ശാന്തതയെ, സമാധാനത്തെ, ആനന്ദത്തെ പൂർണ്ണമായും അനുഭവിക്കുക. പരിപൂർണമായും അനുഭവിക്കുക. ഒന്ന് കൈകാലുകളൊക്കെ അനക്കൂ, ശിരസ്സെല്ലാം ഒന്ന് അനക്കൂ, സുഖകരമായിട്ട് അനക്കൂ, വളരെ സുഖകരമായിട്ട് അനക്കൂ. എല്ലാവരും വളരെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. കഴിഞ്ഞ ഭാഗങ്ങളിലെ നമ്മുടെ ജീവിതത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നവരായിട്ട്, അതായത് യഥാർത്ഥ ജേതാക്കന്മാരായിട്ട് തന്നെ മാറാൻ നമ്മൾ പഠിച്ചു. പക്ഷേ ഒരു യഥാർത്ഥ ജേതാവിന് മുന്നോട്ട് പോകണം എങ്കിൽ അതിശക്തമായിട്ടുള്ള സ്വാധീന ശക്തി, അതായത് ഇൻഫ്ലുവൻസിങ് പവർ, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് വളരെ വലിയ ഊർജം, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ വേണ്ടതുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ഊർജമെന്ന് പറയുമ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഭൗതികമായിട്ടുള്ള ലോകത്തിലാണ്. അവിടെ എല്ലാ കാര്യങ്ങൾക്കും തീർച്ചയായിട്ടും സമ്പത്ത് വേണ്ടതുണ്ട്. സകല കാര്യങ്ങൾക്കും സമ്പത്ത് വേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് സമ്പത്തിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രയാണം സാധാരണഗതിയിൽ ഒരു ശരാശരി വ്യക്തിക്ക് അത്ര എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനും നമ്മൾ കൃത്യമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് സമ്പത്തിനെയും വിജയത്തെയും ഒക്കെ അദൃശ്യമായിട്ട് ആകർഷിക്കുന്ന അതീവ രഹസ്യങ്ങളിലേക്കാണ്. നോക്കൂ, നമ്മൾ എത്രയൊക്കെ പഠിക്കുമ്പോഴും എത്രയൊക്കെ അറിയുമ്പോഴും പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് പണം ഒരു പരിമിതമായിട്ടുള്ള വിഭവമാണ് എന്നുള്ളതാണ്. അല്ലേ? പരിമിതമായിട്ടുള്ള വിഭവമാണ്. ഇതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, കുട്ടിക്കാലം മുതൽ തന്നെ ഇപ്പോൾ ഒരു ഭക്ഷണമായിക്കോട്ടെ, ഒരു പ്ലേറ്റിൽ അവിടെ വലിയൊരു പ്ലേറ്റിൽ അവിടെ വെച്ചിട്ടുണ്ട്, കുറേ ആളുകളുമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഭക്ഷണത്തിന് വേണ്ടി വിളിക്കുമ്പോൾ അവിടെ തിക്കിത്തിരക്കൽ സംഭവിക്കുന്നത്?
കാരണം എന്താ? അത് തീർന്നു പോകുമോ എന്നുള്ളൊരു പേടി. അതുപോലെ തന്നെ പലതും എന്തെങ്കിലും ഓഫർ സെയിലൊക്കെ പ്രഖ്യാപിക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്, അവിടെ തിക്കിത്തിരക്കല്. കാരണം അത് തീർന്നു പോയാൽ നമുക്ക് കിട്ടില്ല എന്നുള്ളൊരു ഭയം. അതുപോലെ തന്നെ പണത്തെക്കുറിച്ചുമുള്ള ചിന്ത, എല്ലാത്തിനെക്കുറിച്ചും ഒരുപാട് ആവശ്യക്കാരുണ്ടെങ്കിൽ അത് തീർന്നു പോകും എന്നുള്ള ഒരു ചിന്ത നമ്മളിലൊക്കെ ഉണ്ട്. അത് അദൃശ്യമായിട്ടുള്ളൊരു ഭയത്തിനെയാണ് വാസ്തവത്തിൽ ഉണ്ടാക്കുന്നത്. പക്ഷെ നോക്കൂ, ക്വാണ്ടം ഫീൽഡിലെ സമ്പത്ത് എന്ന് പറയുന്ന, സമ്പത്ത് എന്നല്ല എന്ത് തന്നെ ആയാലും, പ്രത്യേകിച്ച് സമ്പത്ത് എന്ന് പറയുന്നത് ഒരിക്കലും കുറഞ്ഞു പോകുന്ന അല്ലെങ്കിൽ തീർന്നു പോകുന്ന ഒന്നല്ല. അത് ഒരിക്കലും വറ്റാത്ത എന്നുള്ളത് മാത്രമല്ല, അനന്തമായിട്ട് വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഊർജം കൂടിയാണ്. പക്ഷെ എന്നിട്ടും പലപ്പോഴും ആ സമ്പത്തിൻ്റെ ഫ്രീക്വൻസിയിലേക്ക് എളുപ്പത്തിൽ നമുക്ക് എന്തുകൊണ്ട് കടന്നു ചെല്ലാൻ സാധിക്കുന്നില്ല? ഇഷ്ടംപോലെ ഉണ്ട്, അനന്തമാണ്, വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ എന്നിട്ട് നമുക്ക് എന്തുകൊണ്ടാണ് അവിടേക്ക് കടന്നു ചെല്ലാൻ താരതമ്യേന ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, എന്നിട്ടും എന്തുകൊണ്ട്? ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, സാധാരണഗതിയിൽ പകൽ സമയങ്ങളിൽ നമ്മളെപ്പോലെ തന്നെ കോടാനുകോടിക്കണക്കിന് മനുഷ്യർ ജീവിക്കുന്നത്, അല്ലെങ്കിൽ സാധാരണ മനുഷ്യർ ജീവിക്കുന്നത് പലപ്പോഴും പണത്തെക്കുറിച്ചുള്ള ഭയത്തിലും അതുപോലെ തന്നെ കടങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളിലും ടെൻഷനും സ്ട്രെസ്സും ഒക്കെ കൊണ്ടാണ്. അപ്പോൾ ഈ കോടാനുകോടിക്കണക്കിന് ആളുകളുടെ ഭയത്തിൻ്റെ തരംഗങ്ങൾ, അസ്വസ്ഥതകളുടെ തരംഗങ്ങൾ, ഇതെല്ലാം അന്തരീക്ഷത്തിൽ വളരെ വലിയ കൂട്ടായിട്ടുള്ള ഒരു ഊർജം അഥവാ മാസ് കോൺഷ്യസ്നസ്, സൃഷ്ടിക്കുന്നുണ്ട്. ഇത് വളരെ ശക്തമായിട്ടുള്ള ഒരു റേഡിയോ ഇൻ്റർഫറൻസ് പോലെ വലിയൊരു തടസ്സമായിട്ട്, നോയ്സായിട്ട് മാറിയിട്ട് നമ്മുടെ ശുദ്ധമായിട്ടുള്ള ലക്ഷ്യങ്ങളെ പ്രപഞ്ചത്തിലേക്ക് എത്തുന്നതിൽ നിന്ന്, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഫ്രീക്വൻസിയുമായിട്ട് ആ ഒരു സംയോജനം പ്രാപിക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തും. അവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ടെന്ന് എനിക്കറിയാം. അത് റേഡിയോ ഫ്രീക്വൻസിയിൽ ഇൻ്റർഫറൻസ് സൃഷ്ടിക്കുന്നത്. നോക്കൂ, ഇപ്പോൾ റേഡിയോ അധികം ആരും ഉപയോഗിക്കാറില്ല. നിങ്ങൾ റേഡിയോ ഉപയോഗിച്ചിരുന്ന സമയത്ത് റേഡിയോ നന്നായിട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു ട്യൂബ് ലൈറ്റ് ഓൺ ചെയ്താൽ, അല്ലെങ്കിൽ ഒരു മിക്സി ഓൺ ചെയ്താൽ, അതുപോലെയൊക്കെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഓൺ ചെയ്യുമ്പോൾ റേഡിയോയിൽ എന്താ സംഭവിക്കുക എന്നറിയാമോ? പറയാമോ? ശബ്ദം തടസ്സപ്പെടും അല്ലേ? ഒരു നോയ്സ് വരും. കാരണം അതിൻ്റെ മറ്റൊരു ഫ്രീക്വൻസി ഈ റേഡിയോയുടെ റിസപ്ഷനെ തടസ്സപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മൾ വളരെ ശുദ്ധമായിട്ട് മെഡിറ്റേറ്റ് ചെയ്ത് മനസ്സൊക്കെ ശക്തമാക്കി ശാന്തമാക്കി പ്രപഞ്ചവുമായിട്ട് ട്യൂണ്ടാവാൻ ശ്രമിക്കുമ്പോൾ അതിനേക്കാളൊക്കെ എത്രയോ വലിയൊരു വിഭാഗം, നിങ്ങൾ നോക്കൂ, നിങ്ങൾക്കറിയുന്ന എത്ര പേര് ഏകദേശം ഇതുപോലെ മെഡിറ്റേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൂടെ മനസ്സിനെ ശാന്തമാക്കി വയ്ക്കുന്നുണ്ട്? എത്ര ശതമാനം പേര്? അതേസമയം അതിലും വലിയൊരു വിഭാഗം ഇതൊന്നുമില്ലാതെ ആശങ്കകളിലും ആകുലതകളിലും പെട്ട് മുന്നോട്ട് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലേ? അവരുടെ എണ്ണമാണ് താരതമ്യേന കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ശക്തമായിട്ടുള്ള തടസ്സം അവിടെ സൃഷ്ടിക്കും. നേരത്തെ പറഞ്ഞത്, നമ്മുടെ റേഡിയോ ശാന്തമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു ട്യൂബ് ലൈറ്റ് ഇട്ടാൽ കുറച്ച് നോയ്സൊക്കെ വരും. 2 ട്യൂബ് ലൈറ്റ് ഓൺ ചെയ്താലോ, 3 ഓൺ ചെയ്താലോ പിന്നെ കേൾക്കാനേ പറ്റില്ല. അപ്പോഴേക്കും റേഡിയോ ഓഫ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ താരതമ്യേന പകൽ സമയത്ത് നമ്മുടെ ചിന്തകളുടെ ശക്തി കുറഞ്ഞു പോകും. ഈ ബഹളങ്ങൾക്കെല്ലാം ഇടയിൽ, ഈ ആകുലതകൾക്കെല്ലാം ഇടയിൽ. പക്ഷേ രാത്രിയാകുന്ന സമയത്ത്, ലോകം മുഴുവൻ ഉറക്കത്തിലേക്ക് കടക്കുന്ന സമയത്ത്
താരതമ്യേന മനുഷ്യരുടെ ഈ ഭയത്തിൻ്റെയും ആശങ്കകളുടെയും ആകുലതകളുടെയും ഒക്കെ തരംഗങ്ങൾ പൂർണ്ണമായിട്ട് അടങ്ങാൻ തുടങ്ങും. പ്രപഞ്ചം തികഞ്ഞ നിശബ്ദതയിലേക്ക് മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിധത്തിലെ അനലിറ്റിക്കൽ മൈൻഡിൻ്റെ ബഹളങ്ങളോ തടസ്സപ്പെടുത്തലുകളോ ഒന്നുമില്ലാത്ത ഈ അർദ്ധരാത്രി സമയങ്ങളിൽ അവിടെ മിഡ് നൈറ്റ് അബൻഡൻസ് എന്നുള്ള വളരെ വലിയൊരു രഹസ്യം പ്രവർത്തിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് പലപ്പോഴും ചില പ്രത്യേക വിധത്തിലുള്ള ധ്യാന രീതികൾ പലരും അർദ്ധരാത്രി സമയങ്ങളിൽ പരിശീലിക്കുന്നത്. നമ്മൾ മുമ്പ് മിഡ് നൈറ്റ് അബൻഡൻസ് എന്നുള്ളൊരു കോഴ്സ് തന്നെ അർദ്ധരാത്രിയിൽ ചെയ്തിരുന്നു. നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും. വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കോഴ്സായിരുന്നു അത്. അപ്പോൾ ഈ പറയുന്ന സമയങ്ങളിൽ, അർദ്ധരാത്രി സമയങ്ങളിൽ പ്രപഞ്ചം ശൂന്യമായിട്ടുള്ളൊരു ക്യാൻവാസ് പോലെ മാറും. ചുറ്റുപാടുമുള്ള നെഗറ്റീവ് തരംഗങ്ങളൊന്നുമില്ലാത്ത ഈ നിശബ്ദതയിൽ നമ്മൾ ഉണർന്നിരുന്നു കൊണ്ട് നമ്മുടെ വലിയ ലക്ഷ്യങ്ങളിലേക്ക്, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള പുതിയ യാഥാർത്ഥ്യങ്ങളിലേക്കൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് ഒരു വിധത്തിലുമുള്ള തടസ്സങ്ങളുമില്ലാതെ പ്രപഞ്ചത്തിൻ്റെ ആ വളരെ വലിയ സമൃദ്ധിയിലേക്ക് ഒരു വലിയ ആൻറ്റിന കണക്ട് ചെയ്യുന്നത് പോലെ, വേണമെങ്കിൽ നേരിട്ട് കണക്ട് ചെയ്യുന്നത് പോലെ എന്ന് പറയാം, അവിടെ കണക്ട് ചെയ്യപ്പെടും. അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും. നോക്കൂ, കുറച്ച് മുൻപ് സൂചിപ്പിച്ചതുപോലെ പഴയകാലത്ത് ഋഷിമാരൊക്കെ അർദ്ധരാത്രിയിലും അതുപോലെ തന്നെ ബ്രഹ്മമുഹൂർത്തത്തിലുമൊക്കെ കഠിനമായിട്ട് ധ്യാനിച്ചിരുന്നത് ഇതേ കാരണം കൊണ്ട് തന്നെയാണ്. കാരണം അവിടെ മറ്റുള്ളവരുടെയൊക്കെ ഭയത്തിൻ്റെയും ആശങ്കകളുടെയും ആകുലതകളുടെയും ഒക്കെ തരംഗങ്ങളൊന്നുമില്ലാത്ത ആ ഒരു ക്ലീൻ ഫ്രീക്വൻസി, വളരെ ശുദ്ധമായിട്ടുള്ള ഫ്രീക്വൻസിയിലേക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങളെ പ്രതിഷ്ഠിക്കുമ്പോൾ അത് അസാധാരണമായിട്ടുള്ള വേഗതയിലെ ജീവിതത്തിലെ യാഥാർത്ഥ്യമാകും. ഒരു കാര്യം കൂടിയുണ്ട്. ഈ പകല് ഭൂരിഭാഗം പേരുടെ ആശങ്കകളും ആകുലതകളും വ്യാപിച്ചിരിക്കുന്നത് പോലെ തന്നെ ഈ പറയുന്ന സമയങ്ങളിൽ എന്തായിരിക്കും താരതമ്യേന ഉണ്ടാവുക? പറയാമോ? അർദ്ധരാത്രികളിലും ബ്രഹ്മമുഹൂർത്തങ്ങളിലും ഒക്കെ എന്തായിരിക്കും ഉണ്ടാവുക? സ്പീക്കർ ഓഫ് ആയിപ്പോയല്ലോ. നിമിഷം. ഒന്ന് സംസാരിച്ചാൽ മതി, അത് ഓണായിക്കോളും, കുഴപ്പമില്ല. അർദ്ധരാത്രികളിലും ബ്രഹ്മമുഹൂർത്തത്തിലും സാധാരണ ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് സമാനമായിട്ട് ചിന്തിക്കുന്ന വ്യക്തികൾ, നമ്മുടെ സമാനമായ ധ്യാന രീതികളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ. മനസ്സിലായോ? ക്ലിയറായോ? അപ്പൊ എന്താ സംഭവിക്കുക? അത് 10 മടങ്ങായിട്ട് അവിടെ സംഭവിക്കും. 10 മടങ്ങായിട്ട്. ഒരു ഉദാഹരണത്തിന്, ഒരു സമൂഹഗാനം പാടുകയാണെന്നിരിക്കട്ടെ. കുറേ പേര് ഒരേ പാട്ടിങ്ങനെ പാടുകയാണ്. ഇതിലൊരാൾ തെറ്റിച്ച് പാടുന്നു. അറിയോ പുറത്ത്? അല്ലെങ്കിൽ ചുണ്ടുകളെ അനക്കുന്നുള്ളൂ? അറിയോ പുറത്ത്? ഇല്ല. ഇതാണ് സംഭവിക്കുന്നത്. മനസ്സിലായോ? ഇനി നേരെ തിരിച്ചിട്ട് കുറേ പേര് എന്തൊക്കെയോ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അതിനിടയിൽ ഒരാൾ നന്നായിട്ട് പാടുന്നുണ്ട്, നല്ല ഈണത്തിൽ പാടുന്നുണ്ട്. പുറത്ത് കേൾക്കുമോ അത്? ഇതാണ് പകൽ സമയങ്ങളിൽ, ബഹളങ്ങളുള്ള സമയങ്ങളിൽ താരതമ്യം സംഭവിക്കുന്നത്. മറ്റേതാണ് രാത്രികളിലും ബ്രഹ്മമുഹൂർത്തങ്ങളിലും സംഭവിക്കുന്നത്. അറ്റ്ലീസ്റ്റ് നമ്മൾ ഉണർന്ന് ധ്യാനാവസ്ഥയിൽ ഇരുന്നാൽ പോലും അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും. അതാണ് ആ സമയങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്.
ക്ലിയറായോ? ഇതുവരെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളോ ആശയക്കുഴപ്പങ്ങളോ ഉണ്ടോ? പറയാമോ? ഇല്ല സർ. ക്ലിയറാണ്. ശരി. അതുപോലെ തന്നെ സമ്പത്തും അഭിവൃദ്ധിയും അധികാരവും ഒക്കെ നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമ്മളെ അംഗീകരിക്കണം, നമ്മളെ സ്വയം അംഗീകരിക്കണം. പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായിട്ടുള്ള കാൾ യുങ് പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ നമ്മൾ മറ്റുള്ളവരിൽ നിന്നൊക്കെ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നൊക്കെ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്ന, ഒളിച്ചു വയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു ഇരുണ്ട വശമുണ്ട്. അതിനെയാണ് നമ്മൾ ഷാഡോ എന്ന് വിളിക്കുന്നത്. ഷാഡോ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ദേഷ്യം, സ്വാർത്ഥത, അതുപോലെ തന്നെ അധികാരത്തോടുള്ള ആർത്തി, അതുപോലെ ചില പഴയ തെറ്റുകളുടെ ഓർമ്മകൾ, ക്രൂരത, ഇതെല്ലാം ഈ ഷാഡോയുടെ ഭാഗം തന്നെയാണ്. അതായത് സമൂഹത്തിൻ്റെ മുന്നിൽ ഞാൻ വളരെ നല്ല ഒരു വ്യക്തിയാണ്, എനിക്ക് ഒരു കുഴപ്പങ്ങളുമില്ല എന്ന് നമ്മൾ കാണിക്കാൻ വേണ്ടി ജനിച്ച സമയം മുതൽ തന്നെ ഈ നെഗറ്റീവ് വശങ്ങളെല്ലാം നമ്മളൊന്ന് മറച്ചു പിടിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു ഇരുട്ടുമുറിയിൽ പൂട്ടി വെച്ചിരിക്കുന്നു എന്ന് പറയാം. മറച്ചു പിടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴോ ഇരുട്ടുമുറിയിൽ പൂട്ടി വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴോ അതില്ലാതാവുന്നില്ല, അതവിടെ ഉണ്ട്, പക്ഷെ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ എപ്പോഴെങ്കിലും ആരെങ്കിലും ഈ വാതിൽ തുറക്കുമോ അല്ലെങ്കിൽ അറിയാതെ തുറന്നു പോകുമോ, എൻ്റെ ഈ ഇരുണ്ട വശങ്ങൾ ലോകം അറിയുമോ എന്നൊക്കെ നമ്മളെപ്പോഴും അദൃശ്യമായിട്ട് ഭയപ്പെട്ടുകൊണ്ടിരിക്കും. ഈ ഭയം എപ്പോഴും ഉണ്ട്. ഇതെല്ലാം ആരെങ്കിലും എപ്പോഴെങ്കിലും കാണുമോ അറിയുമോ എന്നൊക്കെയുള്ള ഭയം. മനസ്സിലാവുന്നുണ്ടോ? ഒരു കുഞ്ഞുദാഹരണം പോകുന്ന വഴിക്ക് പറഞ്ഞു പോകാം, അതിന് ആ സെൻസിലെടുത്താൽ മതി. പലപ്പോഴും ഈ വെബിനാർ അടക്കം ഇവിടെ പ്രത്യേകിച്ച് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ക്യാമറ ഓൺ ചെയ്തിരിക്കണം എന്ന്. പക്ഷേ യാദൃശ്ചികമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ചില സാഹചര്യങ്ങളിൽ ഓഫ് ചെയ്യേണ്ടി വരും, താൽക്കാലികമായിട്ടെങ്കിലും ഓഫ് ചെയ്യേണ്ടി വരും. പക്ഷെ അവിടെയും ഒരു വലിയ വിഭാഗം പേര് സ്ഥിരമായിട്ട് ഓഫ് ചെയ്തിരിക്കുന്നവരുണ്ട്. വേണമെങ്കിൽ ഈ ഷാഡോയുടെ എക്സ്ട്രീം തലം എന്ന് പറയാം. റിയലി മനസ്സിലാവുന്നുണ്ടോ? ഒരു സന്ദർഭവശാൽ ഓഫ് ചെയ്തേക്കാം, നമുക്ക് മനസ്സിലാവും, ചിലപ്പോൾ ആരെങ്കിലും പാസ് ചെയ്ത് പോകുമ്പോഴോ പ്രത്യേക സാഹചര്യങ്ങളിൽ. പക്ഷെ സ്ഥിരമായിട്ട് ഓഫ് ചെയ്തിരിക്കുക എന്ന് പറയുന്നത് എന്നെ ആരും കാണണ്ട, നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ ഞാൻ തയ്യാറല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ എന്തിനാണ് വാസ്തവത്തിൽ ഇതെല്ലാം ചെയ്യുന്നത്? ലൈഫിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ വേണ്ടിയല്ലേ? അതിന് ഏറ്റവും കുറഞ്ഞ പക്ഷം ആളുകളെ ഫേസ് ചെയ്യണ്ടേ, വായ തുറന്ന് സംസാരിക്കണ്ടേ? അതിനുള്ള പരിശീലനം കൂടിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഏറ്റവും സേഫായിട്ട് അവനവൻ്റെ റൂമിനുള്ളിലിരുന്നു കൊണ്ട് ഒരു നിഴൽ ചിത്രമായിട്ടാണെങ്കിലും സ്വയം ഒന്ന് കാണിക്കാൻ തയ്യാറാവാത്തവർ, അല്ലെങ്കിൽ അതിനുള്ള ഒരു ഗട്ട്സ്, എന്ത് കാരണം ഇതൊക്കെ തന്നെയാണ്. എനിവേ, ബാക്കി നിങ്ങൾക്ക് ഊഹിക്കാൻ ഞാൻ മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പം നമ്മുടെ ഈ പറയുന്ന പോലെ നമ്മുടെ ചില ഇരുണ്ട വശങ്ങൾ മറച്ചു പിടിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ അവിടെ സംഭവിക്കും. ഞാൻ പലപ്പോഴും മുഖംമൂടികളുടെ കാര്യം നമ്മൾ പലപ്പോഴും മുഖംമൂടികൾക്ക് പിന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. നമ്മുടെ വീട്ടിലെ നമ്മുടെ കുടുംബാംഗങ്ങളുടെ മുന്നിൽ ഒരു മുഖംമൂടിയായിരിക്കും ഉപയോഗിക്കുക, സുഹൃത്തുക്കളുടെ മുന്നിൽ വേറൊരു മുഖംമൂടിയായിരിക്കും ഉപയോഗിക്കുക, കാമുകൻ്റെയോ കാമുകിയുടെയോ മുന്നിൽ വേറൊരു മുഖംമൂടി ഉപയോഗിക്കും, അതുപോലെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് മറ്റൊന്ന്, അങ്ങനെ പല വിധത്തിലുള്ള മുഖംമൂടികൾ. പക്ഷേ ഈ മുഖംമൂടികളുടെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് ഇത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കെട്ടഴിഞ്ഞ് താഴെ വീഴും. അപ്പോൾ ഒറിജിനൽ ഈ വ്യക്തി പുറത്തേക്ക് വരും. ഇവിടെ വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മുടെ ഈ ഭയം ചിലരെല്ലാം ചൂഷണം ചെയ്യും.
ഡാർക്ക് സൈക്കോളജിൻ്റെ ക്ലാസ്സുകളിലും കഴിഞ്ഞ ഏതൊക്കെ ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട് ഡാർക്ക് ട്രയാഡ് എന്ന് പറയുന്ന ഒരവസ്ഥ. അപ്പോൾ ഈ സ്വഭാവമുള്ള വ്യക്തികൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഈ അടച്ചിട്ട മുറി ഏതാണ് എന്ന് കണ്ടുപിടിക്കും. അതായത് നിങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും നിങ്ങളുടെ വീക്ക്നെസ്സുകൾ കണ്ടുപിടിക്കുമെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് എന്തിനെയാണ് ഭയം, ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ കുറച്ച് മോശമായിട്ട് പെരുമാറുന്നത്, എന്താണ് നിങ്ങളുടെ പോരായ്മകൾ, ഇതെല്ലാം കണ്ടുപിടിക്കും. എന്നിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ചെറിയ തെറ്റിനെ അല്ലെങ്കിൽ ദേഷ്യത്തെയൊക്കെ അവർ കാണിക്കും. ഒരു ചെറിയ കാര്യം മതി കാണിക്കും. എന്നിട്ട് നിങ്ങൾ അവർ ഗ്യാസ് ലൈറ്റ് ചെയ്യാൻ തുടങ്ങും. ഒരു ഉദാഹരണത്തിന്, എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യത്തിന് ഒന്ന് ദേഷ്യപ്പെട്ടു എന്നിരിക്കട്ടെ, ഒരൊറ്റ പ്രാവശ്യം ദേഷ്യപ്പെട്ടു എന്നിരിക്കട്ടെ. അപ്പോൾ ഈ വ്യക്തികൾ പെട്ടെന്ന് പറയും, നിങ്ങളെന്താ എപ്പോഴും ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്ന് ചോദിക്കും. എപ്പോഴും ഇങ്ങനെ തന്നെയാണല്ലോ, അല്ലെങ്കിൽ ഒരു ദിവസം താമസിച്ചു വന്നിരിക്കട്ടെ. ആ സമയത്ത് അവർ പറയും, എല്ലാ ദിവസവും നിങ്ങൾ താമസിച്ച് വരുന്നുണ്ടല്ലോ, ഇത് സ്ഥിരമാക്കിയിട്ടുണ്ടല്ലോ എന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ പലപ്പോഴും പറയും, നീ പുറമേ കാണുന്നത് പോലെ അത്ര നല്ല ആളൊന്നും അല്ല എന്ന് എനിക്ക് വളരെ കൃത്യമായിട്ടറിയാം, നിങ്ങളുടെ തനി നിറമൊക്കെ എനിക്കറിയാം എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവർ നമ്മളെ കുറ്റബോധത്തിലാക്കും. നമ്മുടെ ഉള്ളിലെ ആ അടക്കി വെച്ചിരിക്കുന്ന ഷാഡോ ഇല്ലേ, അതൊരു പക്ഷേ പുറത്ത് വന്നേക്കാം. ഞാനിപ്പോൾ ഇതിന് മറുപടി പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനിതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചാൽ, ഒരു പക്ഷേ യഥാർത്ഥ ഞാൻ പുറത്ത് വന്നേക്കാം എന്ന് കരുതിയിട്ട് ഒരു പക്ഷേ കുറച്ച് സമയത്തേക്കെങ്കിലും നമ്മൾ അവരുടെ കൺട്രോളിലായി പോകും. അവർ പറയുന്നത് അനുസരിക്കുന്ന ഒരു അടിമയായിട്ട് മാറിപ്പോകും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പോൾ ഇതിൽ നിന്ന് പുറത്ത് കിടക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ പുറത്ത് കിടക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ന് പുറത്ത് കിടക്കാൻ ഒരു വഴിയുണ്ട്. നമുക്ക് ചെയ്യേണ്ടത്, നമ്മുടെ ഈ ആന്തരികമായിട്ടുള്ള ഈ ഡാർക്ക് സൈക്കോളജി അല്ലെങ്കിൽ ഷാഡോകളെയൊക്കെ അടിച്ചമർത്തുന്നതിന് പകരം നമ്മൾ തന്നെ സ്വയം ആ ഇരുട്ടുമുറിയുടെ വാതിൽ ഒന്ന് തുറന്നേക്കുക. എന്നിട്ട് നമ്മുടെ ഉള്ളിലെ പ്രകാശവും ഇരുട്ടും ഒരുപോലെ അംഗീകരിക്കുക. എനിക്കിങ്ങനെയൊക്കെയുള്ള ചില സ്വഭാവ സവിശേഷതകളുണ്ട്, ചില ഭയങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില മറ്റ് വേണമെങ്കിൽ വൈകൃതങ്ങളുണ്ട്. അംഗീകരിക്കുക. എന്നിട്ട് സ്വയം തന്നെ നമ്മളൊന്ന് പറയുക, എൻ്റെ ഉള്ളിൽ കുറച്ച് ദേഷ്യമുണ്ട്, കുറച്ച് സ്വാർത്ഥതയുണ്ട്, ചിലപ്പോഴൊക്കെ ഞാൻ മോശമായിട്ട് ചിന്തിക്കാറുമുണ്ട്, ഞാനൊരു പെർഫെക്റ്റായിട്ടുള്ള മനുഷ്യനൊന്നും അല്ല. പക്ഷേ എൻ്റെ നന്മകളും ഈ ഇരുണ്ട വശങ്ങളുമൊക്കെ ചേർന്ന സമ്പൂർണനായ അല്ലെങ്കിൽ സമ്പൂർണയായ ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. ഇത് നമ്മൾ സ്വയം അംഗീകരിക്കുക എന്നുള്ളതാണ്. നോക്കൂ, എപ്പോഴാണോ നമുക്ക് നമ്മുടെ ഉള്ളിലെ ഈ ഷാഡോയെ അല്ലെങ്കിൽ ഇരുണ്ട വശങ്ങളെ ഭയപ്പെടാതെ പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ സാധിക്കുന്നത്, ആ നിമിഷം മുതൽ തന്നെ നമ്മളുടെ ഭയം സാവധാനം കുറയാൻ തുടങ്ങും. സ്വന്തം ഉള്ളിലെ കുറവുകളെയൊക്കെ പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ നമുക്ക് സാധിച്ചാൽ മറ്റൊരാൾക്ക് നമ്മളെ കുറ്റപ്പെടുത്തി ഇല്ലാതാക്കാനോ തളർത്താനോ ഒന്നും സാധ്യമല്ല. കാരണം നമ്മൾ ഓൾറെഡി അവെയറാണ് അതിനെക്കുറിച്ച്, എന്തൊക്കെയാണ് എൻ്റെ പോരായ്മകൾ. ഇതെല്ലാം മറ്റാരെക്കാൾ കൂടുതൽ നമ്മൾ അവെയറാണ്, നമ്മളതിനെ അംഗീകരിക്കുന്നുമുണ്ട്, നമ്മളവിടെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഒരാളുടെ ഗ്യാസ് ലൈറ്റിങ്ങിനോ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിനോ നമ്മളെ തൊടാൻ പോലും പറ്റാത്ത ഒരവസ്ഥ വരും. അവിടെ നമ്മളെ അംഗീകരിക്കേണ്ടതുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമാണോ? കൂടുതൽ എന്തെങ്കിലും എവിടെയെങ്കിലും വേണ്ടതുണ്ടോ? എവിടെയെങ്കിലും ക്ലാരിറ്റി വേണ്ടതുണ്ടോ? ശരി, താങ്ക് യു. കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഒന്ന് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ ഓരോരുത്തരും ഇതുപോലെ അടക്കി പിടിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക.
കുറേ കാര്യങ്ങൾ, പൊതുവായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോൾ കിട്ടുമായിരിക്കും. അതുപോലെ കൂടുതലുള്ളത് പിന്നീട് എപ്പോഴെങ്കിലും ചിന്തിച്ച് അതിനൊന്ന് അക്സെപ്റ്റ് ചെയ്തോളൂ. അത്രയേ ഉള്ളൂ. അതിൽ ചിലതെല്ലാം മാറ്റം വരുത്താൻ പറ്റും. അതിലേക്ക് ഞാൻ വരാം. മാറ്റം വരുത്താൻ പറ്റും, അതിലേക്ക് വരാം. അപ്പോൾ ഈ വിധത്തിൽ നമ്മുടെ ഉള്ളിലെ ഭയങ്ങളെ മാറ്റി നിർത്തിയിട്ട് ഒരു ജേതാവായിട്ട് മാറിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സ്വാധീനിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇതുവരെ വാക്കുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ആശയവിനിമയത്തിലൂടെ സ്വാധീനിക്കുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു വാക്ക് പോലും ശബ്ദിക്കാതെ, ഒന്നും മിണ്ടാതെ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഒരു ക്ലയൻറ്റിനെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ടീം അംഗത്തെ സ്വാധീനിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഭൗതികശാസ്ത്രത്തിലെ എൻട്രെയിൻമെൻറ്റ് എന്ന് പറയുന്നൊരു പ്രതിഭാസമുണ്ട്. എൻട്രെയിൻമെൻറ്റ് അതായത് ചെറിയ സംഗതിയാണ്. ഈ അടുത്തടുത്തിരിക്കുന്ന രണ്ട് പെൻഡുലം ക്ലോക്കുകൾ അല്ലെങ്കിൽ രണ്ട് പെൻഡുലം ക്ലോക്കുകളായിക്കോട്ടെ, പെൻഡുലങ്ങളായിക്കോട്ടെ, കുറച്ച് കഴിയുമ്പോൾ അത് ഒരേ താളത്തിൽ തന്നെ ചലിക്കാൻ തുടങ്ങും. ലാബിലൊക്കെ എക്സ്പെരിമെൻ്റ് നടത്തിയിരിക്കുന്ന ചിലർക്ക് അറിയാമായിരിക്കും, അല്ലെങ്കിൽ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഇനി മുന്നോട്ട് പോകുമ്പോൾ ഒരേ താളത്തിൽ ചലിക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ ഒരേ ഫ്രീക്വൻസിയിലുള്ള രണ്ട് ട്യൂണിങ് ഫോർക്കുകൾ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും, ഫിസിക്സ് ലാബിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്ത് വെച്ചിട്ട് അതിൽ ഒന്നെടുത്ത് ശബ്ദമുണ്ടാക്കിയിട്ട് രണ്ടാമത്തതിൻ്റെ അടുത്ത് വെച്ചാൽ തന്നെ രണ്ടാമത്തത് അതിൽ തൊടാതെ അതേ ശബ്ദത്തിൽ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങാം. ഇവിടെ സംഭവിക്കുന്നത് ശക്തമായിട്ടുള്ള ഊർജം ദുർബലമായിട്ടുള്ള ഊർജത്തെ അതിലേക്ക് വലിച്ചടിപ്പിക്കും. ഇതൊരു പ്രകൃതി നിയമം കൂടിയാണ്. ശക്തമായിട്ടുള്ള ഊർജം ദുർബലമായിട്ടുള്ള ഊർജത്തെ അതിലേക്ക് വലിച്ചടിപ്പിക്കും. തുടക്കത്തിൽ പറഞ്ഞതും ഇത് തന്നെയാണ്. അർദ്ധരാത്രികളിലും പകൽ സമയങ്ങളിലുമൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. മനസ്സിലായോ? ഇനി ഇതെങ്ങനെയാണ്, ഇതൊരു പ്രപഞ്ച നിയമമാണെന്ന് പറഞ്ഞല്ലോ, ഇതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ പറ്റുന്നത്? നോക്കൂ, വളരെ ദേഷ്യത്തിലുള്ള അല്ലെങ്കിൽ ഭയങ്കര ടെൻഷനിൽ ഇരിക്കുന്ന ഒരു ക്ലയൻറ്റ്, ഒരു സുഹൃത്ത് നമ്മുടെ മുന്നിലേക്ക് വരികയാണ് എന്നൊന്ന് സങ്കല്പിക്കുക. അപ്പോൾ സാധാരണഗതിയിൽ അവരുടെ ആ ദേഷ്യം, ആകുലത, ഇതൊക്കെ കാണുമ്പോൾ നമ്മളിലും ഒരു പ്രകോപനം ഉണ്ടാകും, അല്ലേ? എന്താ സംഭവിക്കുന്നത്? അവിടെ അവരുടെ ആ നെഗറ്റീവ് ഊർജം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. വേണമെങ്കിൽ നമ്മളെ തോൽപ്പിക്കുന്നുണ്ട് എന്ന് പറയാം. മനസ്സിലായോ? പക്ഷേ നമ്മളൊരു യഥാർത്ഥ ജേതാവാണ് എങ്കിൽ, യഥാർത്ഥ ലീഡറാണ് എങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ടും ശാന്തമായിട്ട് വളരെ ആത്മവിശ്വാസത്തോടുകൂടി അവരുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് ഒരല്പം ഒന്ന് ശാന്തമായിട്ടിരിക്കുക. അതിലൂടെ സംഭവിക്കുന്നത് നമ്മുടെ ഹൃദയവും തലച്ചോറുമെല്ലാം അതിശക്തമായിട്ടുള്ള കാന്തിക മണ്ഡലങ്ങളാണ് എന്ന് നിങ്ങൾക്കറിയാം. അപ്പം നമ്മൾ ഈ പറയുന്ന ശാന്തതയിൽ തന്നെ ഇങ്ങനെ ഉറച്ചു നിൽക്കുമ്പോൾ നമ്മുടെ മുന്നിലുള്ള വ്യക്തി, അയാൾ എത്രമാത്രം വലിയ ദേഷ്യത്തിലാണെങ്കിലും അവരുടെ ബ്രെയിൻ വേവുകൾ അറിയാതെ തന്നെ നമ്മുടെ ശാന്തമായിട്ടുള്ള ആ ഫ്രീക്വൻസിയിലേക്ക് മാറാൻ തുടങ്ങും. ഒരല്പസമയം കൊണ്ട് തന്നെ അവരും സാവധാനം ശാന്തതയിലേക്കെത്തും. മാത്രമല്ല, അവിടെ ഒരു പ്രത്യേക വിധത്തിലുള്ള അടുപ്പവും വിശ്വാസവുമൊക്കെ രൂപപ്പെടുകയും ചെയ്യും. ഇവിടെ പലപ്പോഴും വാക്കുകളുടെ ആവശ്യമേയില്ല. ലോകത്തിലെ വലിയ ലീഡർമാർ, ബിസിനസ്സുകാർ, ഇവരെല്ലാം വ്യക്തികളെ സ്വാധീനിക്കുന്നത് അവരുടെ വാക്കുകൾക്കപ്പുറം
ഈ പറയുന്ന ഊർജം ഈ ഊർജം ഉപയോഗിച്ചുകൊണ്ടാണ്. നമ്മുടെ ഈ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് തന്നെയാണ്, മാനസിക അവസ്ഥ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, പലപ്പോഴും ഈ പറയുന്ന മാതിരി ലീഡർഷിപ്പ് ലെവലിലുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ അവർ ചറപറാ സംസാരിച്ച് പോകുന്നില്ല. സംസാരിക്കും, ഇതിനിടയിൽ കൃത്യമായിട്ടുള്ള പോസ് കൊടുക്കും, ശൂന്യത, നിശബ്ദത സൃഷ്ടിക്കും. ഈ നിശബ്ദത സൃഷ്ടിക്കപ്പെടുന്ന സമയത്ത് അവർ വളരെ ശാന്തമായിട്ട് അവരുടെ ഓഡിയൻസിൻ്റെ കണ്ണുകളിലേക്ക് ഇങ്ങനെ നോക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? വാസ്തവത്തിൽ നിശബ്ദമായിട്ട് ഈ പറയുന്ന ഊർജം, മാനസിക ഊർജത്തിൻ്റെ കൈമാറ്റമാണ് അവിടെ സംഭവിക്കുന്നത്. അവിടെ ഒരു രഹസ്യം കൂടിയുണ്ട്. നോക്കൂ, ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നു, അടുത്തെന്ത് പറയും എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് എന്നിലേക്ക് ശ്രദ്ധയോടുകൂടി ഇരിക്കുകയാണ്, അല്ലേ? അപ്പോൾ ഇവിടെ ഒരു പോസ് വരുന്ന സമയത്ത്, ഞാൻ അല്പസമയം നിശബ്ദമാവുന്ന സമയത്ത് നിങ്ങളുടെ ശ്രദ്ധ വീണ്ടും കൂടും, ഏകാഗ്രത വീണ്ടും കൂടും. ആ സമയത്ത് ആ ഏകാഗ്രത കൂടിയിട്ട് എന്നിലേക്ക് തന്നെ വരികയാണ്, എന്താണ് പറയുന്നത് എന്ന് പറയും. ആ ഒരു രീതിയിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന മാതിരിയുള്ള ഊർജത്തിൻ്റെ പ്രവാഹം അവിടെ സൃഷ്ടിക്കാൻ, അതിലൂടെ വ്യക്തികളെ സ്വാധീനിക്കാൻ വളരെ എളുപ്പമാണ്. അത് പല ജേതാക്കളും പല പൊളിറ്റീഷ്യന്മാരടക്കമുള്ള ആളുകൾ ചെയ്യുന്നുണ്ട്. ഇനിയെങ്കിലും ശ്രദ്ധിക്കുക, പൊളിറ്റീഷ്യന്മാരടക്കം. അപ്പോൾ അവിടെ അവരൊന്നും ചിലപ്പോൾ പഠിച്ചിട്ട് ചെയ്യുന്നതേ ആയിരിക്കില്ല. ഞാനൊരു കുഞ്ഞുദാഹരണം പറയാം, അതിന് ആ സെൻസിലേ എടുക്കാവൂ. ഇങ്ങനെ എനിക്ക് വളരെ ഫീൽ ചെയ്തിട്ടുള്ള ഒരാളുണ്ട്. നിങ്ങൾക്ക് പേര് പറയാമോ? പൊളിറ്റീഷ്യനാണ്. ഇപ്പോൾ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. ഒരു ക്ലൂ കൂടി. പറയാമോ? ഒന്ന് പറഞ്ഞു നോക്കൂ, വെറുതെ ഒന്ന് പറഞ്ഞു നോക്കൂ. പോരട്ടെ, തെറ്റിക്കോട്ടെ, സാറില്ല. നയനാർ സാറുണ്ട്. പിന്നെ ഓക്കെ, ഗുഡ്. ഇനിയുണ്ട്. നമ്മുടെ ഈ അച്യുതാനന്ദൻ സാറിന്റെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ടോ? അതേ ഒരു കാര്യം പറഞ്ഞ് നിർത്തിയ പിന്നെ തുടങ്ങണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിനിടയ്ക്ക് നമുക്ക് ചായ കുടിച്ചിട്ട് വരാനുള്ള സമയം ഉണ്ടാവും. പക്ഷെ അവിടെ സംഭവിക്കുന്നത് ഈ പറയുന്ന എനർജി ട്രാൻസ്ഫോർമേഷൻ അവിടെ സംഭവിക്കും. ഈ പോസുകൾ വളരെ ശക്തമായിട്ടുള്ള ഇടങ്ങളാക്കണം. ഈ പോസുകളിൽ നമ്മുടെ ഓഡിയൻസിൻ്റെ ശ്രദ്ധ പൂർണ്ണമായിട്ടും നമ്മളിലേക്ക് തന്നെയായിരിക്കും. ആ സമയത്ത് അങ്ങോട്ട് കൊടുക്കുന്ന എനർജി, അത് സ്നേഹത്തിൻ്റെ എനർജി ആണെങ്കിൽ തീർച്ചയായിട്ടും അവരവിടെ സ്വാധീനിക്കപ്പെട്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? തീർച്ചയായിട്ടും അവരവിടെ സ്വാധീനിക്കപ്പെട്ടിരിക്കും. ഇതാണ് എൻ്റെ കാരണം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ടുണ്ടോ? ശരി. ഒരു വിഷയം കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ഈ മോഡ്യൂൾ പൂർണ്ണമാകും. നമ്മുടെ ഈ പറയുന്ന വലിയ സ്വാധീന ശക്തി, അദൃശ്യമായിട്ടുള്ള സ്വാധീന ശക്തി, അതുപോലെ തന്നെ സമ്പത്ത്, ഇതെല്ലാം നമ്മളിലേക്ക് പൂർണ്ണമായിട്ട് പ്രവർത്തിച്ചു തുടങ്ങണമെങ്കിൽ, നമ്മുടെ ശരീരത്തിലെ ഊർജ കേന്ദ്രങ്ങൾ അഥവാ ചക്രകൾ ഓപ്പണായിരിക്കണം. നമ്മളവിടെ മുതലാണ് തുടങ്ങിയിരിക്കുന്നത്. നമ്മുടെ തുടക്കം തന്നെ ചക്രാസായിരുന്നു. ചക്രകൾ ഓപ്പണായിരിക്കണം. ഈ ചക്രകളും നമ്മുടെ സാമ്പത്തിക വിജയവുമൊക്കെ തമ്മിൽ വളരെ ശക്തമായിട്ടുള്ള ബന്ധമുണ്ട്. അതിൽ പ്രധാനമായിട്ടും നമുക്കറിയാം, നമ്മുടെ താഴെയുള്ള 3 ചക്രകളാണ് നമ്മുടെ ഭൗതികമായിട്ടുള്ള വിജയങ്ങളെ സ്വാധീനിക്കുന്നത് എന്ന്.
റൂട്ട് ചക്ര. റൂട്ട് ചക്ര സംഭവിക്കുന്നത് എന്താ? നമ്മുടെ നിലനിൽപ്പും സാമ്പത്തിക ഭദ്രതയും അത് നിയന്ത്രിക്കുന്നത് റൂട്ട് ചക്രയാണ്, അല്ലേ? അതായത് നമുക്ക് ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സാമ്പത്തിക വളർച്ചകളെക്കുറിച്ചോ തളർച്ചകളെക്കുറിച്ചോ ഉള്ള ചിന്തകൾ ഈ ചക്രയെ സ്വാധീനിക്കും. ഒരു ഉദാഹരണത്തിന്, സാമ്പത്തിക തകർച്ചകളെക്കുറിച്ചുള്ള ഭയമാണ് വ്യക്തികളിൽ നിലനിൽക്കുന്നതെങ്കിൽ ഈ ചക്ര ബ്ലോക്കായി പോകും. ഈ ബ്ലോക്കുള്ള കാലത്തോളം അവിടെ നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാവില്ല എന്നുള്ളതാണ് വാസ്തവം. റൂട്ട് ചക്ര ബ്ലോക്കായി കഴിഞ്ഞാൽ പലപ്പോഴും റിസ്ക് എടുക്കാനോ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനോ ഒന്നും തയ്യാറാവില്ല. അതുപോലെ തന്നെ സ്വാധിഷ്ഠാന, നമ്മുടെ ആഗ്രഹങ്ങളും ക്രിയേറ്റിവിറ്റിയും ഒക്കെയാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം, അല്ലേ? അപ്പോൾ ഇവിടെ എനിക്ക് വലിയ സമ്പത്തിന് അർഹതയുണ്ടോ, ഞാൻ അത് ആഗ്രഹിക്കുന്നതൊക്കെ തെറ്റല്ലേ എന്നൊക്കെയുള്ള കുറ്റബോധം വന്നു കഴിഞ്ഞാൽ അവിടെ ബ്ലോക്ക് സംഭവിക്കും. അങ്ങനെ ബ്ലോക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളിൽ ക്രിയേറ്റീവായിട്ടുള്ള ആശയങ്ങൾ വരില്ല. ആശയങ്ങളില്ലെങ്കിൽ പിന്നെ മുന്നോട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെയാണ് മണിപൂരക. നമ്മുടെ ആത്മവിശ്വാസം, അതുപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, ഇതൊക്കെയാണ് അവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ അവിടെ ഞാൻ മറ്റുള്ളവരെക്കാളൊക്കെ താഴെയാണ്, ചെറിയവനാണ് എന്നുള്ള അപകർഷതാബോധവും നാണക്കേടുമാണ് നമ്മൾ പ്രസരിപ്പിക്കുന്നത് എങ്കിൽ, ഈ വിധത്തിലുള്ള ചിന്തകളാണ് നമ്മളിലൂടെ കടന്നു പോകുന്നത് എങ്കിൽ മണിപൂരകവും ബ്ലോക്കായി പോകും. അപ്പോൾ അവിടെ ബ്ലോക്ക് വന്നു കഴിഞ്ഞാലോ പിന്നെ ഒരിക്കലും നിങ്ങൾക്കൊരു ലീഡറായിട്ട് മാറാൻ, ഒരു ജേതാവായിട്ട് മാറാൻ സാധിക്കില്ല. അധികാരമുള്ള, അതുപോലെ തന്നെ നല്ല നല്ല ചിന്തകളുള്ള, ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയാകാൻ സാധ്യമല്ല. ഈ പറയുന്ന പ്രതികൂലമായിട്ടുള്ള വികാരങ്ങൾ നിലനിൽക്കുന്നിടത്തോളം സമ്പത്തിനെ ആകർഷിക്കാൻ പറ്റില്ല, അധികാരത്തെ ആകർഷിക്കാൻ പറ്റില്ല, ഭൗതികമായിട്ടുള്ള നന്മകളൊന്നും നമുക്ക് ആകർഷിക്കാൻ പറ്റില്ല. അതിലപ്പുറം നമുക്ക് ഈ പറയുന്ന ബ്ലോക്കുകളെ മാറ്റാൻ സാധിച്ചാൽ, ഓപ്പൺ ചെയ്യാൻ സാധിച്ചാൽ, അവിടെ അതിശക്തമായ ഒരു കാന്തത്തെ പോലെ എല്ലാ സൗഭാഗ്യങ്ങളെയും എല്ലാ സമ്പത്തിനെയും അതുപോലെ എന്തൊക്കെയാണോ നമുക്ക് വേണ്ട ഭൗതിക നന്മകൾ അതിനെല്ലാം ആകർഷിക്കാൻ നമുക്ക് സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ടാണ് ചക്ര മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് ചക്രകൾ ഓപ്പണായി കഴിഞ്ഞാൽ ഭൗതികമായിട്ടുള്ള പല സംഗതികളും നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് ആകർഷിക്കാൻ തുടങ്ങുന്നത്. ക്ലിയറായോ? ഇതുവരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായോ? അവിടെ കൂടുതൽ എന്തെങ്കിലും അറിയേണ്ടതുണ്ടോ? ഒരു നിമിഷം, കൂടുതൽ എവിടെയെങ്കിലും എന്തെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ ചോദിക്കാം, പറയാം. നേരത്തെ ഒരു നിമിഷം, നമ്മൾ നേരത്തെ മനസ്സിലാക്കിയില്ലേ ഈ രാത്രിയിലെ ധ്യാനം, അതുപോലെ തന്നെ പുലർച്ചെയുള്ള ധ്യാനം കൂടുതൽ ഫലപ്രദമായിരിക്കും എന്ന് പറഞ്ഞില്ലേ? ഇത് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണ്, വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യം. അതിനെ എത്രമാത്രം ഉപയോഗപ്പെടുത്താൻ പറ്റുമോ അത്രമാത്രം ഉപയോഗപ്പെടുത്തണം. ആ സമയത്ത് വെറുതെ നമ്മൾ പ്രകൃതിയിലേക്ക് ശ്രദ്ധിച്ചിരുന്നാൽ പോലും, പ്രകൃതിയിലേക്ക് മനസ്സ് കൊടുത്താൽ പോലും അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും. ശരി, നേരത്തെ ചോദിച്ചു തുടങ്ങിയ കാര്യങ്ങൾ പറയൂ. ആരൊക്കെ എന്തൊക്കെ ചോദിച്ചു തുടങ്ങിയിരുന്നല്ലോ, പറയൂ.
സാറേ ഈ ചക്ര നമ്മൾ ദിവസം ചെയ്യേണ്ട ആവശ്യം എന്താണ്? ഈ ഭൗതികമായി 3 ചക്രാസ് എല്ലാ ദിവസവും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അത് ചെയ്യണം. ചെയ്തിട്ടുണ്ടെങ്കിൽ കാരണം എന്താന്ന് പറഞ്ഞാൽ പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ സ്വന്തം ചിന്തകൾ തന്നെ വേണമെന്നില്ല. ഞാൻ നോക്കൂ, കഴിഞ്ഞ ആഴ്ചയാന്ന് തോന്നുന്നു, ശാരീരിക ബന്ധത്തിലൂടെ ഊർജം കൈമാറ്റം സംഭവിക്കുന്നതിനെക്കുറിച്ച് യൂട്യൂബിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാകും. അപ്പം ശാരീരിക ബന്ധത്തിലൂടെ സംഭവിക്കുന്നതിൻ്റെ എക്സ്ട്രീം ലെവലാണ്. അതുപോലെ തന്നെ നോക്കൂ, ശാരീരിക ബന്ധം എന്ന് പറയുമ്പോൾ സെക്ഷൽ കോണ്ടാക്ട് മാത്രമല്ല, നമ്മളെ ആ, എന്താ പറയുക, പ്രത്യക്ഷമായിട്ടുള്ള അർത്ഥം അതാണെങ്കിൽ പോലും നിങ്ങൾ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ യാത്ര ചെയ്യുന്നു, ബസ്സിലോ ട്രെയിനിലോ യാത്ര ചെയ്യുന്നു അല്ലേ? തിരക്കാണെങ്കിൽ അല്ലെങ്കിൽ കയറി ഇറങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ പലരുടെയും ശരീരങ്ങളുമായിട്ട് ഉരഞ്ഞു പോകും. അവിടെ എല്ലാം ഈ ഊർജ്ജ കൈമാറ്റം നടക്കുന്നുണ്ട്, ചെറിയ തോതിലെങ്കിലും നടക്കുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് നിരന്തരം സംഭവിക്കുമ്പോൾ എന്താ ചെയ്യുക? ഇല്ലേ? അപ്പോൾ ഇതെല്ലാം, അതുപോലെ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ, കാണുന്ന കാര്യങ്ങൾ, ഇതെല്ലാം സംഭവിക്കും. നമ്മൾ എല്ലാ ദിവസവും കുളിക്കുന്നില്ലേ? എല്ലാ ദിവസവും കുളിക്കുന്നില്ലേ? ഒരു 2 ദിവസം കുളിക്കാതിരുന്നാലുണ്ടാകുന്ന അസ്വസ്ഥതയില്ലേ? അത് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥത. അതിൻ്റെ കാരണം നമുക്ക് മനസ്സിലാവും. ഞാനിന്ന് കുളിച്ചില്ല, അതുകൊണ്ടാണെന്ന് മനസ്സിലാവും. പക്ഷെ മാനസികമായിട്ടുള്ള അസ്വസ്ഥത വരുമ്പോൾ പലപ്പോഴും അതിൻ്റെ കാരണത്തെ അറിയാൻ നമ്മൾ കാരണങ്ങൾ അറിയാൻ കഴിയാതെ പോകുന്നു. അവിടെയാണ് പ്രശ്നം. ക്ലിയറായോ? അപ്പോൾ അതുകൊണ്ട് അതെല്ലാ ദിവസവും ചെയ്യുന്നത് നല്ലതാണ്. ആഴ്ചയിൽ 1-2 പ്രാവശ്യം കുറച്ച് ആഴത്തിൽ ചെയ്യുന്നത് കൂടുതൽ ഗുണപ്രദമായിരിക്കും. മറ്റെന്തെങ്കിലും സാർ ഒരു കാര്യം ചോദിക്കാനുണ്ട്. പറയൂ. സാറ് ഈ അല്ലെങ്കിൽ നമ്മുടെ ദേഷ്യത്തോട് നമ്മൾ അത് നമുക്ക് തോന്നാറുണ്ട്. എങ്ങനെ? ക്ലിയർ ആയിട്ടില്ല. എനിക്ക് മാത്രം കേൾക്കാത്തതാണോ അതോ ക്ലിയർ എന്തോ? ശരി ശരി. ഒക്കെ വരുന്നുണ്ട്. ഒരു നിമിഷം, സെറ്റിങ്സിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കട്ടെ. ഒരു നിമിഷം. ശരി, ഇനി പറഞ്ഞു നോക്കൂ. ഇപ്പൊ ക്ലിയർ ആണോ? കേൾക്കാം. ശരിയല്ലേ ഇപ്പൊ? സാർ ഈ അതായത് നമ്മുടെ മുമ്പില് ഒരു ക്ലയന്റ് ദേഷ്യത്തോടെ വരുന്നു, നമ്മുടെ കളി ദേഷ്യത്തോട് വരുന്നു, അത് ഒരു നെഗറ്റീവ് എനർജി നമുക്ക് കിട്ടുന്നതായിട്ട് തോന്നാറുണ്ട്. അതെ. അതിൽ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? എങ്ങനെ ഇല്ലാതാക്കാമെന്നാണോ ചോദിക്കുന്നത്? അതെ. ശരി, 2 കാര്യങ്ങളുണ്ട്. ഈ അവർ ദേഷ്യപ്പെട്ട് വരുമ്പോഴോ മറ്റ് ആ വിധത്തിൽ ചെയ്യുമ്പോഴോ ആർഗ്യുമെന്റ്സിന് കഴിയുന്നത് നിൽക്കാതിരിക്കുക. ഒന്ന്, അവർ ദേഷ്യപ്പെട്ടാലും ഉറക്കെ സംസാരിക്കുമ്പോഴും നമ്മൾ വളരെ ശാന്തമായിട്ട് തന്നെ സംസാരിക്കുക. നമ്മൾ വളരെ ശാന്തമായിട്ട് സംസാരിക്കുമ്പോൾ അവരിൽ കുറേ മാറ്റങ്ങൾ വരും. അവിടെ സൈക്കോളജിക്കലി തന്നെ പറഞ്ഞാൽ പാറ്റേൺ ഇന്ററപ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഗതി വരും. പാറ്റേൺ ഇന്ററപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഹിപ്നോസിസിന്റെ ഹയർ ലെവൽ ക്ലാസ്സുകളിൽ പ്രത്യേകിച്ച് പറയാറുണ്ട്. അതായത് വ്യക്തികളെ എങ്ങനെ സ്വാധീനിക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് പറയാം. നമ്മൾ പലപ്പോഴും ആളുകളിൽ നിന്ന് തിരികെ പ്രതീക്ഷിക്കും, ഞാൻ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെയായിരിക്കും അയാൾ പറയാൻ പോകുന്നത്, ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അയാൾ അങ്ങനെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ പറയണം, അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ പറയാം. ഇങ്ങനെ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും ഈ വ്യക്തി നമ്മളടുത്ത് വരുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ പാറ്റേൺ എവിടെയെങ്കിലും ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഇയാളുടെ കിളി പോകും. അയാൾ വിചാരിക്കുന്നത് എന്താ, ഇയാളടുത്ത് പോയിട്ട് ഇങ്ങനെ പറയണം, ദേഷ്യപ്പെടണം, അപ്പൊ അയാൾ ദേഷ്യപ്പെട്ട് തുടങ്ങും, അപ്പൊ അതിനേക്കാൾ ശബ്ദം ഉയർത്തണം. ഇതൊക്കെ വിചാരിച്ച് ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും വരിക. പക്ഷെ നമ്മളടുത്ത് എത്തുമ്പോൾ ഇയാൾ ബഹളം വെക്കുമ്പോഴും നമ്മൾ വളരെ ശാന്തമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ആ പാറ്റേൺ തകർന്നു. ഇവർക്ക് പിന്നെ ഒച്ച തന്നെ കിട്ടില്ല, വായ തുറന്നാൽ കാറ്റേ വരുള്ളൂ. പലപ്പോഴും വാക്കുകൾ കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. മനസ്സിലാവുന്നുണ്ട്? അവിടെ ഒരു ശൂന്യത സൃഷ്ടിക്കപ്പെടും. ആ പാറ്റേൺ കട്ടായി കഴിയുമ്പോൾ വാസ്തവത്തിൽ സംഭവിക്കുന്ന ഈ കോൺഷ്യസ് ഒന്ന് ഡൗൺ ആവും. ഇതെല്ലാം തീരുമാനിച്ചു വരുന്ന കോൺഷ്യസ് ഡൗൺ ആകും. ആ സമയത്ത് നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ, നമ്മുടെ വാക്കുകൾ നേരെ അവരുടെ സബ് കോൺഷ്യസിലേക്കായിരിക്കും പോകുന്നത്. ഇത് അസാധാരണമായ വിധത്തിലുള്ള
മാറ്റങ്ങൾ സംഭവിക്കുക. ആക്ച്വലി അതൊരു ഹിപ്നോട്ടിക് സ്റ്റേറ്റ് ആണ്. ഹിപ്നോട്ടിക് സ്റ്റേറ്റ് ആണ്. മനസ്സിലായോ? ഇതാണ് സംഭവിക്കുന്നത്. ഈ സമയം 6:50 ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ജസ്റ്റ് ഒരു കാര്യം ചോദിച്ചതുകൊണ്ട് പറഞ്ഞുതരാം. ആളുകളെ വളരെ പെട്ടെന്ന് ഹിപ്നോട്ടൈസ് ചെയ്യുന്ന ഒരു രീതി കൂടിയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് ഹിപ്നോസിസിലേക്ക് കൊണ്ടുപോകുന്നത്? വാസ്തവത്തിൽ ഒരു കുഞ്ഞു കാര്യം, അതിലെ ക്ലാസ്സുകളൊക്കെ പങ്കെടുത്തിട്ടുള്ളവർക്ക് അവിടെ ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ, വരുന്ന ഓഡിയൻസിൽ നിന്ന് വരുന്ന വ്യക്തി അല്ലെങ്കിൽ ക്ലയന്റിന് നമ്മളൊരു ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകും. ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ വേണ്ടി പോകുന്ന സമയം കൈ നീട്ടി ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് മുന്നിൽ നിൽക്കുന്ന വ്യക്തിയിൽ ഒരു പാറ്റേൺ രൂപപ്പെടും. അയാൾ എന്താ വിചാരിക്കുന്നത്? ഓക്കെ, സാർ എനിക്ക് ഷേക്ക് ഹാൻഡ് തരാൻ വരുന്നുണ്ട്, ഷേക്ക് ഹാൻഡ് തരും, ഒന്ന് കൈ പിടിച്ച് കുലുക്കും, അപ്പൊ ഞാനും ഒന്ന് കൈ പിടിച്ച് കുലുക്കണം, ഇങ്ങനെ ഒരു പാറ്റേൺ ഇടും. പക്ഷെ ഇയാളിങ്ങനെ കൈ കൊണ്ട് വരുമ്പോൾ വാസ്തവത്തിൽ നമ്മളവിടെ ഷേക്ക് ഹാൻഡ് കൊടുക്കില്ല. ഇങ്ങനെ കൊണ്ടുവരുന്ന കൈ ഇവിടെ പിടിച്ചിട്ടാണ് വലിക്കുന്നത്. കണ്ടോ? ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ആ പാറ്റേൺ കംപ്ലീറ്റ്. അപ്പൊ ഒരാകെ ഒരു ബ്ലാങ്ക് ആയിപ്പോകും അവിടെ. ആ സമയത്ത് മറ്റു ചില നിർദ്ദേശങ്ങളിലൂടെ അവരെ പെട്ടെന്ന് ഹിപ്നോസിലേക്ക് കൊണ്ടുപോകും. ഇവിടെ ഈ ഷേക്ക് ഹാൻഡ് കിട്ടുക എന്നുള്ള ഒരു പാറ്റേൺ നമ്മൾ ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ പല വിധത്തിലുണ്ട്. ഞാൻ ഏതൊക്കെ വെബിനാറുകളിൽ പറഞ്ഞിട്ടുണ്ട്, ഈ പാറ്റേൺ ഇന്ററപ്ഷൻ വലിയ പ്രശ്നമാണ്. നമ്മുടെ ഫാമിലിയിലും കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും പലപ്പോഴും പാറ്റേൺ ബ്രേക്ക് ആയി പോകുമ്പോൾ. മനസ്സിലാവുന്നുണ്ടോ? എനിവേ, അപ്പൊ അവിടെ ശാന്തത സൃഷ്ടിക്കുന്ന സമയത്ത് അസാധാരണമായിട്ടുള്ള മാറ്റം ഉണ്ടാകും. ക്ലിയർ ആയോ താങ്കൾക്ക്? ശരി, താങ്ക് യു. മറ്റെന്തെങ്കിലും ഒരു ഡൗട്ട് പറയൂ. നമ്മുടെ ഷാഡോ ക്ലിയർ ചെയ്യുന്ന മെത്തേഡ് പറഞ്ഞു. പക്ഷെ എന്നാലും നമ്മുടെ ഹിഡൻ ഷെൽഫിൽ ചില ഒരിക്കലും പുറത്തുവിടാൻ പറ്റാത്ത എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? അങ്ങനത്തെ സിറ്റുവേഷൻ അത് നമ്മൾ അറിയണം. നമ്മൾ സ്വയം അറിയണം. നമ്മളിൽ എന്ത് ഷാഡോ ഉണ്ടെങ്കിലും എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി, അതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടുള്ള ബോധം നമ്മളിൽ ഉണ്ടാകണം. അത് മറ്റൊരാൾ പറഞ്ഞ ആകത്ത് നമ്മൾ അറിയേണ്ടത്. ഇപ്പൊ പറയാതെ തന്നെ ഇപ്പൊ നോക്കൂ, എന്റെ ഷർട്ടിൽ ഇവിടെ കുറച്ച് അഴുക്കുണ്ടെന്നിരിക്കട്ടെ, ഇവിടെ കുറച്ച് അഴുക്കുണ്ട്, ഇതിനെക്കുറിച്ച് ഞാൻ ബോധവാനേ അല്ല. അപ്പൊ പെട്ടെന്ന് ഒരാൾ പറയുന്നുണ്ട് നിങ്ങളുടെ ഷർട്ടിൽ അഴുക്കിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഞെട്ടോ, എവിടെ അഴുക്ക്? നമുക്ക് അച്ചു പറ്റിയോ, ഇത് എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മളൊന്ന് ആയിപ്പോ. ദ സെയിം ടൈം ഞാൻ ബോധവാനാണ്, എന്റെ ഷർട്ടിൽ അഴുക്കുണ്ട്, ഓക്കെ, അത് ഞാൻ തുടച്ചാൽ പോവില്ല, ഓക്കെ, എനിക്കറിയാം. അപ്പൊ വേറൊരാൾ പറയാണ് നിങ്ങളുടെ ഷർട്ടിൽ അവിടെ അഴുക്കുണ്ട് കേട്ടോ, ഞാൻ ഞെട്ടുവോ? ഉണ്ട്. അത്രേ ഉള്ളൂ. ക്ലിയർ ആയി? അത്രേ ഉള്ളൂ. മറ്റെന്തെങ്കിലും? ശരി, അപ്പൊ തൽക്കാലം നമുക്ക് ഇന്നത്തേക്ക് വിട വാങ്ങാം. ഇത്രയും സമയം വളരെ ക്ഷമയോടുകൂടി വളരെ സ്നേഹത്തോടുകൂടി കേട്ടിരുന്നതിന് ഹൃദയത്തിന്റെ ഭാഷയിലെ നന്ദി. വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം വിട പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു. താങ്ക് യു.